പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 10 ആമേൻ, ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തിയത്. ആ കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറയാം. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ച കർത്താവിന് കരമുയർത്തി നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ അത്ഭുതമായി നടത്താൻ പോകുന്ന കർത്താവിന്, ആമേൻ, ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരമുയർത്തി പിടിച്ച് പറഞ്ഞേ, കർത്താവേ, ഞങ്ങളെ ഈ പകൽക്കാലം അങ്ങ് അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. യഹോവ ഈരെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. യഹോവ റാഫ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സൗഖ്യത്തോടെ നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളെ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് യേശുവായി തന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നിത്യജീവൻ തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ, 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 ആമേൻ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, സങ്കീർത്തനക്കാരൻ 117 സങ്കീർത്തനത്തിൽ പറയുന്നു, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു. കരമുയർത്തി പറ, എന്നോടുള്ള എൻ്റെ കർത്താവിൻ്റെ ദയ വലുതാ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും കർത്താവിൻ്റെ ദയ എന്നെ വിട്ടുമാറുകയില്ല. യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഏകാഗ്രപ്പെട്ടാണ്. ഓ, താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. നന്ദിയോടെ സ്തോത്രം പിതാവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പാ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പാ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അപ്പാ, അങ്ങ് നല്ലവനും വല്ലഭനും വിശ്വസ്തനും നന്മ മാത്രം ചെയ്യുന്ന ഞങ്ങളുടെ പിതാവാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് വിവിധ സമയങ്ങളിൽ ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുമ്പോൾ, അവർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പയുടെ കരം അവരുടെ മേൽ വെച്ച് അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. അവൻ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നിറയട്ടെ. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ നിറയട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. എല്ലാ ക്ഷീണങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതം ഇപ്പോൾ ഈ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരത്തിൽ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം. മറ്റെല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ ഇന്ന് പകൽക്കാലം ഉണ്ടാകണം. കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ഈ ബുധനാഴ്ച പകൽക്കാലം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ കർത്താവെ ഇന്ന് മറുപടി വരണമെന്നുള്ള വിഷയങ്ങളുണ്ട്. അതിന്മേൽ ഇന്ന് തന്നെ യേശുവിൻ്റെ നാമത്തിൽ മറുപടി ലഭിക്കട്ടെ. ആ വഴി യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ലഭിക്കട്ടെ. ആ അപ്രൂവൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് തന്നെ ലഭിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 10-ാം തീയതി നടക്കേണ്ട ഡെലിവറൻസുകൾ, 10-ാം തീയതി നടക്കേണ്ടതായ അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഈ 10-ാം തീയതി തന്നെ നടക്കട്ടെ.
കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവരെ ഉപയോഗിക്കണം, ഒരു ഉണർവിന് വേണ്ടി മാറ്റണം. പ്രത്യേകിച്ച് വൈകിട്ടത്തെ മീറ്റിങ്ങിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങ് അനുഗ്രഹമാക്കിയതിനായിട്ട് സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗായി മാറട്ടെ. അങ്ങയുടെ പ്രവൃത്തി കാണുവാൻ സഹായിക്കണം. അത്ഭുതത്തെ കർത്താവ് ചെയ്യണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന വർഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ ബുധനാഴ്ചത്തെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ അതിൽ പങ്കെടുക്കണം. പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ പങ്കെടുക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പ്രതീക്ഷയോടെ വരണം. അവൻ പ്രതീക്ഷയോടെ വരുന്നവരെ കർത്താവ് അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രതീക്ഷയോടെ വരിക. കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഇന്ത്യൻ സമയം 9:30 മറക്കരുത് കേട്ടോ. ആമേൻ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്ന് പ്രഭാതി കർത്താവ് തന്ന സന്ദേശത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് സദൃശ്യവാക്യം 4-ാം അധ്യായമാണ്. സദൃശ്യവാക്യം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം, ജ്ഞാനം തന്നെ പ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക, നിൻ്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക, അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും, അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തുക തന്നെ ചെയ്യും. ആമേൻ. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചാണ്. കർത്താവ് ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ ലോകത്തിൽ വിവിധ തരത്തിലുള്ള ജ്ഞാനമുണ്ട്, മനുഷ്യൻ്റെ ജ്ഞാനമുണ്ട്. അവൻ പല വിധത്തിൽ മനുഷ്യൻ ജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. ബുക്ക് വായിച്ചും ക്ലാസ്സുകൾ കേട്ടും അവൻ മെസ്സേജുകൾ കേട്ടും ഒക്കെ ലോകത്തിലെ ജ്ഞാനം സമ്പാദിക്കുവാനായിട്ട് പലരും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു ഈ ലോകത്തിലുള്ള ജ്ഞാനമൊക്കെയും ഫെയ്ഡായി പോകും. ഈ ലോകത്തിലെ ജ്ഞാനങ്ങൾ അവൻ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ സകല ജ്ഞാനത്തിനും മുകളിലുള്ളതാണ് ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ജ്ഞാനം പരാജയപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഒരിക്കലും പരാജയപ്പെടത്തില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമ്മളെ സമാധാനത്തിലേക്കും അഭിവൃദ്ധിയിലേക്കും നിത്യജീവനിലേക്കും നടത്തും. എന്തൊക്കെ നടത്തും? സമാധാനം, അഭിവൃദ്ധി, നിത്യജീവൻ. അവൻ അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രത്യേകത. ലോകത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രശ്നമായി മാറാം. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെന്ന് വരാം. അതൊക്കെ സംഭവിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് നമ്മളെ സമാധാനത്തിലേക്ക് നടത്തും, അഭിവൃദ്ധിയിലേക്ക് നടത്തും. ആമേൻ. നിത്യജീവനിലേക്ക് നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവിക ജ്ഞാനത്തിൽ നടക്കുവാനാണ് ആഗ്രഹിക്കേണ്ടത്. അപ്പം പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നടക്കാമെന്നുള്ളതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. അവൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവൻ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് ചോദിക്കണം. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു തന്നെയാണ് ജ്ഞാനം. യേശു ക്രിസ്തു തന്നെയാണ് ജ്ഞാനം. അപ്പോൾ ആ ജ്ഞാനത്തിൽ നടക്കണമെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലായി, യേശു നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ ആ യേശു ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇതെല്ലാം വേദപുസ്തകത്തിലെ വാക്യങ്ങളാണ്. യേശു ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം ആ ദൈവിക ജ്ഞാനം നമ്മളിൽ പകരപ്പെടുന്ന എപ്പോഴാണ്? നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോഴാണ്, യേശു നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ്. അപ്പം നമുക്ക് എന്നാ വേണം? ആ ഒരു വലിയ ബോധ്യം വേണം, യേശു എൻ്റെ ഉള്ളിലുണ്ട്, യേശു എൻ്റെ കൂടെയുണ്ട്. അപ്പം നമ്മളിൽ സകല ജ്ഞാനവും നമ്മളിലായി. യേശു നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, യേശു നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മൾ ആ ജ്ഞാനത്തിലാണ് നടക്കാൻ തുടങ്ങും. അപ്പം നമ്മളെ ഏത് ഡിസിഷനുകൾ എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യേശുവിനോട് ചോദിക്കണം, ഞാൻ ഇത് ചെയ്യണോ? അങ്ങയുടെ ജ്ഞാനത്തിൽ എന്നോട് പറ. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ അങ്ങേക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യവുമില്ല. യേശുവേ, എന്നോടൊന്ന് സംസാരിക്കുക, ഞാനായിട്ടെടുത്ത് ചാടാൻ ഇടവരരുത് എന്ന് നമ്മൾ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടേ തീരുമാനിക്കാം. ഈ ലോകത്തിൽ നമുക്ക് ഉപദേശം തരാൻ ഒത്തിരി പേരുണ്ട്. ഇപ്പം തന്നെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ നമുക്ക് ലോകത്തിൽ ലഭിക്കും. പലരും പറയും, ഞാൻ ഇന്ന വിഷയത്തിൽ അഗ്രഗണ്യനാണ്, ഞാൻ ഇന്ന കാര്യം നിങ്ങൾക്ക് ഉപദേശിച്ച് തരാം, ഇന്നത് നിങ്ങൾ ഈ പ്രായത്തിൽ എന്താ ചെയ്യേണ്ടത്, ഈ പ്രായത്തിൽ എന്താ ആഹാരം കഴിക്കേണ്ടത്, ഈ പ്രായത്തിൽ പൈസ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെ കുഞ്ഞുങ്ങളെ എവിടെയാണ്, ഇങ്ങനെ പല വിധത്തിലുള്ള ലോകത്തിലെ ജ്ഞാനം നമുക്ക് പകർന്നു തരാൻ ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം അവർക്കാർക്കും നാളുകളിൽ എന്താ സംഭവിക്കുന്നത് അറിയത്തില്ല. അവരങ്ങ് പ്രതീക്ഷിക്കുക നാളെ അങ്ങനെ ആയിരിക്കും. പക്ഷേ ആൽഫയും ഒമേഗയുമായവൻ, ആരംഭവും അവസാനവുമായവൻ, അവനെ അറിയത്തുള്ളൂ നാളുകളിൽ എന്താ സംഭവിക്കാൻ പോകും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട് ചോദിക്കണം. കർത്താവിൻ്റെ കൂടെ ആമേൻ ദിവസവും ഇരുന്ന് പറയണം, കർത്താവ് ഇന്ന് ഒരു ഡിസിഷൻ പോലും എൻ്റേതായിട്ട് എടുക്കാൻ സമ്മതിക്കാതെ കർത്താവ് എന്നോട് സംസാരിക്കണം. അതിന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യണം. പിന്നെ ദൈവത്തിൻ്റെ ജ്ഞാനം അടങ്ങിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ. ആ വേദപുസ്തകം നല്ലവണ്ണം ധ്യാനിക്കണം. ആമേൻ. ദൈവത്തിൻ്റെ ജ്ഞാനം ആ വെളിപ്പെട്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ നല്ലവണ്ണം ധ്യാനിക്കുകയും ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ വിസ്ഡം ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ദൈവിക ജ്ഞാനം ദൈവദാസന്മാരിലൂടെ കർത്താവ് നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന മെൻറ്റർമാരുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാർ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തിമോത്തിയോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനിലൂടെ തിമോത്തിയോസിന് കൂടുതലും ദൈവിക ജ്ഞാനം പകർന്നു കൊടുത്തു. ഇതുപോലെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന കൗൺസിലേഴ്സിൻ്റെ ശബ്ദം അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ കേൾക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ഏത് ഡിസിഷൻ എടുക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനോട് സംസാരിക്കണം. കർത്താവെ, അങ്ങയുടെ ആലോചനയിൽ തന്നെ നടത്തണമേ. കർത്താവ് ശരിയായിരിക്കാം, നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, അത് ചെയ്താൽ ശരിയാകും എന്നൊക്കെ ഭയങ്കര ബോധ്യമുണ്ടാകാം. പക്ഷേ എപ്പോഴും നമ്മളൊന്ന് ചോദിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ജ്ഞാനമാണ് എല്ലാത്തിനേക്കാളും വലുത്. അതുകൊണ്ട് എവരിഡേ ആസ്ക് ഫോർ വിസ്ഡം. കർത്താവിനോട് പറഞ്ഞ, കർത്താവെ, അങ്ങനെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണം. പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ വിസ്ഡത്തിൽ നമുക്ക് ജീവിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. ഇന്നത്തെ ഈ പകൽക്കാലം ഈ സന്ദേശം നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹം തോന്നണം, ഒരിക്കലും പരാജയപ്പെടാതെ ജീവിക്കണം, ഒരിക്കലും പുറകോട്ട് പോകാതെ ജീവിക്കണമെങ്കിൽ ദൈവിക ജ്ഞാനത്തിൽ ജീവിക്കണം. അതിന് ചോദിക്കുക, കർത്താവ് നിങ്ങൾക്ക് തരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.